തിരിച്ച് ചെയ്തിട്ട് നമ്മളല്ലേ ട്രാക്റ്റും കൊണ്ട് ആ ഏരിയയിലെല്ലാം പോയി. അപ്പൊ ആൾക്കാർ ചോദിക്കൂലേ, ഇന്ന പള്ളിയില് നിങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിലല്ലേ ഇന്ന ആൾ താമസിക്കുന്നത്, അവിടെയല്ലേ നിങ്ങളെല്ലാവരും കൂടെ കയറി ആക്രമിച്ചത്? മനസ്സിലായില്ലേ? അപ്പൊ ചെയ്യാനും പറയാനും ഒക്കെ കഴിയുമെന്നുണ്ട്. നമുക്കിതൊക്കെ ചെയ്യാനും കഴിയും. ആൾ സ്വാധീനം ഉപയോഗിക്കാം, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? സുവിശേഷ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. ദേശത്ത് സാക്ഷ്യമില്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒരു പോരാ, നിങ്ങളൊന്നും ചെയ്യരുത്. ബോക്സ് അല്ലേ, ഈ ബോക്സിനകത്ത് ഇതിന് ശബ്ദം കേൾപ്പിക്കുന്നത് അതിന്റെ ഒരു പേപ്പറും ചെറിയൊരു ഡയഫ്രം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതൊന്നും അടിച്ചു പോകാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളൊക്കെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കരുത്, ഇതിനകത്ത് എന്തോ വലിയ സംഭവം ഇരിക്കുന്നു, അതുകൊണ്ടാണ് ശബ്ദം കേൾക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കളയുന്നത്. ഇതിനകത്ത് ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പറുണ്ട്, ആ പേപ്പർ കീറിപ്പോയാൽ ശബ്ദം ഇല്ല. ഇനി ഞാൻ പറയുന്നത് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും കേൾക്കും, അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഇതിനകത്ത് ഇരിക്കുന്ന സാധനം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ബോക്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് എന്നെ കീറിക്കളയാനും കഴിയും. നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകണം. കാരണം നമ്മള് സമൂഹത്തിന് വിരോധമായിട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ദോഷം ഭവിഷ്യത്തൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പണ്ട് ആൾക്കാർ പറയുന്നത് പോലെ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണ്. ഇന്നത്തെ പിള്ളേർ പറയും മുള്ളിന്റെ മുന ഒടിഞ്ഞു പോകുമെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, ഇലയ്ക്ക് തന്നെയാണ് കേട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പറഞ്ഞു വരുന്നതെന്നറിയാമോ? നമ്മുടെ മുൻപിൽ നമുക്ക് വിരോധമായി നമ്മെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ ഏകത്വത്തെ നശിപ്പിക്കുവാൻ പിശാച് പല പരിപാടികൾ ശ്രമിക്കും. പക്ഷെ ഈ താഴ്വര എന്ന് പറയുന്നത് ബരേഖ താഴ്വര, സ്തുതിയുടെ താഴ്വരയാണ്. അവിടെ ദൈവസഭ ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ സ്തുതിച്ചു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ ദൈവത്തെ ആരാധിച്ചു. അവർക്ക് വിരോധമായി നിന്ന ശത്രു അവിടെ മുഴുവൻ ചത്തൊടുങ്ങി പോകുവാനായി ഒന്നും ശേഷിച്ചില്ല. സകലതും അവിടെ തീർന്നു, ഒന്നും അത് ശേഷിച്ചില്ല. ഇനി അടുത്ത പടി പറയുന്നത്, ഈ താഴ്വരയിൽ 3 ദിവസം യഹൂദാജനം പാർത്തിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ശത്രുവിന്റെ പാളയത്തിലെ നന്മകൾ അവർ സ്വരുക്കൂട്ടുവാനിടയായത്. 1-2 ദിവസമല്ല, 3 ദിവസം ആ പാളയത്തിൽ അവർ പാർത്തു, ആ ദേശത്ത് അവർ പാർത്തു. എന്നിട്ട് ഇസ്രായേൽ യഹൂദ പറയുകയാണ്, ഞങ്ങൾ ക്ഷീണിച്ചു പോയി. എങ്ങനെ ക്ഷീണിച്ചെന്നറിയാമോ? നന്മ ഏറ്റെടുത്ത്, നന്മ പ്രാപിച്ച്, അഭിവൃദ്ധി പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, അവർക്ക് വിരോധമായി നിന്ന് ശത്രു അവഗണിച്ചു വച്ചിരുന്ന നന്മ ഇവർ സ്വയത്തമാക്കി 3 ദിവസത്തെ ആക്ഷീണ പരിശ്രമത്തിനൊടുവിലാണ് അവർ മുഴുവൻ അവരുടെ കയ്യിൽ സുഭദ്രമായി എത്തുന്നത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, സ്തുതിക്കുന്നവൻ ഏത് താഴ്വരയിലുണ്ടെങ്കിൽ അവനെ തകർക്കാൻ ഒരു ശത്രുവിന് സാധ്യമല്ല. സ്തുതിക്കുന്നവന്റെ നന്മ ഏത് താഴ്വര അടച്ചു വെച്ചാൽ, ഏത് പൈശാചിക മണ്ഡലം ഒതുക്കി വെച്ചാൽ അതിനെ ഉടച്ചു കളയുവാൻ ആർക്കും സാധ്യമല്ല. ശരീരമാസകലം മുറിവേറ്റവരാണ്. പക്ഷെ എങ്കിലും അർദ്ധരാത്രിയിൽ അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവർ പാടി സ്തുതിക്കുവാനിടയായി. നാം വചനത്തിൽ വായിക്കുന്നത്, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവരുടെ കരങ്ങളിലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞുപോയി. അവരെ ബന്ധിച്ചകത്താക്കിയിരുന്ന വാതിലുകൾ തുറന്ന് അവർ പുറത്തു വരുവാനിടയായി. വേറൊന്നുമല്ല, സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുക. നാം അർപ്പിക്കുന്ന മഹത്വത്തിന് അനുസൃതമായി, നാം അർപ്പിക്കുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങളെ തേടി, നമ്മുടെ തലമുറകളെ തേടി, നമ്മുടെ ആലയങ്ങളെ തേടി വരുമെന്ന് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളെ മറക്കരുത്. പ്രാർത്ഥിച്ചവൻ പരാജയപ്പെട്ടു പോയിട്ടില്ല, ആരാധിച്ചവൻ പരാജയപ്പെട്ടു പോയിട്ടില്ല. പ്രാർത്ഥിച്ചവനെയും ആരാധിച്ചവനെയും ദേശത്തിലെ ഒരു ശക്തിക്കും ഇതുവരെയും ഒടുക്കി കളയുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് ആ ജയം നൽകി തരുക ദൈവം മതിയായി. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞതിന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 84-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. 84-ാം സങ്കീർത്തനം
അതിന്റെ 6-ാമത്തെ വാക്യം. കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുന്നേയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. ഓക്കെ, നമ്മൾ വായിച്ചത് എന്ത് താഴ്വര? കണ്ണുനീരിന്റെ താഴ്വര. ആ കണ്ണുനീരിന്റെ താഴ്വരയ്ക്ക് ബാഖ താഴ്വര എന്നാണ് പേര്. എന്ത്? ബാഖ താഴ്വര. ബാഖ താഴ്വരയ്ക്ക് ഇസ്രായേൽ ജനമെത്തുമ്പോൾ ഉറങ്ങലിച്ചു പോകും, കരഞ്ഞു പോകും, നെടുവീർപ്പിട്ട് പോകുമെന്നാണ് അവിടെ സംഘത്തനക്കാരൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. എന്താ കാരണം? ഇടങ്ങി തോന്നുന്ന സ്ഥലത്തൂടെ അവർ കടന്നു പോകുമ്പോൾ കള്ളന്മാരോ കൊള്ളക്കാരോ ഹിംസന ജന്തുക്കളോ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധ്യതകൾ പലതുണ്ട്. ഭയന്ന് വിറങ്ങലിച്ച് ഇത് എനിക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും, ഇതിലൂടെ അല്ലേ എനിക്ക് മറുകര അഥവാ കർത്താവിനെ സേവിപ്പാൻ ആലയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നോർത്ത് അവർ അതുവഴി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ ബാഗാത്താഴ്വര അവരുടെ ജീവിതത്തിൽ കരഞ്ഞ് നിലവിളിച്ച് വേദന ചുമന്ന് മുൻപോട്ട് പോകേണ്ടി വരുന്ന ഒരു താഴ്വര. എൻ്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള താഴ്വരകൾ ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ മുൻപിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കണ്ണുനീര് തുകുമ്പോൾ മനസ്സറിയുന്നത് ദൈവം. നിന്റെ കണ്ണുനീരിനെ തുരുത്തി ശേഖരിക്കുന്ന ഒരു കർത്താവുണ്ട്. തക്ക സമയത്ത് പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നാഥനാണ്. അവരെ നമ്മൾ മറക്കരുത്. ഈ താഴ്വര പരാജയത്തിന്റെ താഴ്വരയല്ല. ഈ താഴ്വര നമ്മെ ഒടുക്കിക്കളയുന്ന, നമ്മെ നശിപ്പിക്കുന്ന, നമ്മെ ഇല്ലാതാക്കുന്ന താഴ്വര അല്ല. മറിച്ച് മറുകര കാട്ടിത്തരുന്ന, കർത്താവിനെ എനിക്ക് നിങ്ങൾക്കും സ്തുതിയോടെ സ്തോത്രത്തോടെ ആരാധിപ്പാനുള്ള സിയോൻ പർവ്വതത്തെ കാട്ടിത്തരുന്ന ഒരു നല്ല താഴ്വരയാണ് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറക്കരുത്. ചില രോഗങ്ങൾ, ചില മാനസിക പീഡനങ്ങൾ, ചില വ്യതകൾ, ചില നഷ്ടങ്ങൾ, ചില ഇല്ലായ്മകൾ കണ്ണുനീര് നമ്മുടെ മുൻപിൽ കണ്ടു തരും. കരഞ്ഞു പോകും, നിലവിളിച്ചു പോകും. രാത്രിയിൽ ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടു പോയേക്കാം. ഇങ്ങനെ ഇല്ലാതിരുന്നെങ്കിൽ നാളത്തെ പ്രഭാതം കാണേണ്ട കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് കിടന്നവരുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, ആ കണ്ണുനീർ തുള്ളിയ രാത്രി ഇറങ്ങി വന്ന് തുടച്ച ഒരുവനുണ്ട്. നമ്മുടെ കിടക്കയ്ക്ക് അരികിലേക്ക് ഇറങ്ങി വന്ന് ഇന്നവരെ ഇതും മറികടക്കാനുള്ള കൃപ എന്റെ മേലുണ്ട്, അത് ഞാൻ നിന്റെ മേൽ പകരം പറയുകയാണ്. ഒരുപക്ഷെ കരം വെച്ച് ആശ്വസിപ്പിച്ച്, കരം ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്തടച്ച് നമ്മെ കഷ്ടതയ്ക്കകത്ത് നിന്ന് പുറത്തുത്തരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ മറക്കരുത്. ഈ താഴ്വരയ്ക്കകത്ത്, ഈ താഴ്വരയ്ക്കകത്ത് കണ്ണുനീരിൽ നിന്ന് ആഴ്ത്തി തകർത്ത് കളയുക ഒരു ശത്രുവിനെ വിട്ടുകൊടുത്തേച്ച് മാറി നിൽക്കുന്നവനല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. മറിച്ച് ആ താഴ്വരയിൽ താണ്ടി കിടക്കുവാൻ വേണ്ടുന്ന കൃപ പകർന്ന് നമ്മെ മുൻപോട്ട് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറക്കരുത്. എത്രയോ ദിനരാത്രികൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കരഞ്ഞു വിറങ്ങലിച്ച് നിലവിളിച്ച് ഭക്ഷണം പോലും ഇറങ്ങാതെ, പ്രശ്നം പോലും കഴിപ്പാൻ കഴിയാതെ നാളത്തെ പുതുപ്രഭാത ജീവിതത്തിൽ കാണേണ്ട കർത്താവേ, വേണ്ട, ഇങ്ങനെയുള്ള ജീവിതം വേണ്ട, ഇങ്ങനെയുള്ള ജീവിതം വേണ്ട, മടുത്തു തീർന്നു എന്ന് കരഞ്ഞുപോയ സുദിനങ്ങൾ. പക്ഷേ ഇന്ന് പകല് പരിശുദ്ധാത്മാവിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവാത്മാവിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് നമ്മെ അവിടുത്തെ കൃപയിൽ വീണ്ടും നിർത്തി ആ താഴ്വരയും മറികടക്കുക, ആ പ്രതിസന്ധിയും മറികടക്കുക, ആ പ്രശ്നത്തെയും ചാടിക്കടക്കുക ദൈവം ചെയ്ത കൃപയ്ക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. സമുദ്രക്കാരൻ 18 പറയുന്നത് പോലെ നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാലിച്ചിട്ട് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക. മുൻപിൽ പടക്കൂട്ടമുണ്ട്, മുൻപിൽ മതിൽക്കെട്ടുകളുണ്ട്, മുൻപിൽ വൈരികളുണ്ട്, മുൻപിൽ പ്രശ്നങ്ങളുണ്ട്, മുൻപിൽ പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കണ്ട് വകവച്ച് ഞാൻ പിന്മാറുന്നവനല്ല. വകവയ്ക്കാതെ ഞാൻ മുൻപോട്ട് ഓടുക്കാൻ എന്റെ മുൻപിൽ ഒരു സിയോൻ കുന്നുണ്ട്. അവിടത്തേക്ക് ഞാൻ അടുക്കുന്നവർ ആരാധന വെളിപ്പെടുന്ന, ആത്മീയത വെളിപ്പെടുന്ന, കൃപ ജ്വലിക്കുന്ന, അഭിഷേകം കത്തുന്ന ഒരു മുൻസ്ഥാനം എന്റെ മുൻപിലുണ്ട്. ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി ദൈവങ്ങളെ ഏറ്റെടുക്കുവാനായി കടന്നു വന്ന ദൈവത്തില് ഇതിനകത്ത് ഞാൻ നിങ്ങൾ പറയുമ്പോ നമ്മുടെ കണ്ണുനീര് മാറണം, നമ്മുടെ യുദ്ധങ്ങൾ മാറണം, നമ്മുടെ വെല്ലുവിളികൾ മാറണം, നമ്മുടെ വേദനകൾക്ക് ശമനമുണ്ടാകണം.
ഇനി പറയാൻ ധാരാളമുണ്ട്, പക്ഷേ ഞാൻ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിജപ്പെടുത്തി പരിമിതപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇതാ ഒരു ഭക്തനെ കർത്താവ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് താഴ്വരയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആ താഴ്വരയെ കുറിച്ച് പറയുന്നത് അസ്ഥികൾ നിറഞ്ഞ താഴ്വര. കേവലം അസ്ഥികൾ നിറഞ്ഞ താഴ്വര എന്ന് പറഞ്ഞാൽ പറ്റില്ല. അസ്ഥികൾ കൂട്ടമായി കിടക്കുന്ന താഴ്വരയല്ല, അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വര. കഴിഞ്ഞ ദിവസം തലയൊട്ടിയുടെ ഒരു ഭാഗവും ഒരു പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന ഒരു 5-6 അസ്ഥി കഷ്ണവും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി. ഭയങ്കര വാർത്തയാണ്. മനുഷ്യാസ്ഥി ഒരു സ്ഥലത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തൂടെ ആൾക്കാർ പോയില്ല, പോകാൻ പഠിക്കും. തൃക്കണ്ണാപുരത്തിന് സമീപം പാറാമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ബലങ്കംവിള എന്നൊരു പേരുണ്ടായിരുന്നു. അനാഥത്വത്തിൽ മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് ദഹിപ്പിക്കുന്ന ഒരു ചുടുകാട്. ഇന്ന് നമ്മുടെ മനോഹരമായ വീടുകൾ ധാരാളമുണ്ട്. വീടുകൾ വയ്ക്കാൻ കുഴിയെടുക്കുമ്പോൾ ധാരാളം എല്ലുകൾ, തലയോട്ടികൾ, മനുഷ്യാസ്ഥികൾ പൊങ്ങി വരും. കേസെടുക്കാനോ വെള്ളം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാൻ ആരും വരില്ല. കാരണം അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ അറിയാവുന്ന കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സെൻട്രൽ അനാഥത്വത്തിൽ മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം. പക്ഷെ ഓർക്കുക, ബലങ്കംവിള എന്നറിയപ്പെടുന്നത് കൊണ്ട് സന്ധ്യ കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ ഒരൊറ്റ മനുഷ്യനും ആ ഏറിയയിലൂടെ യാത്ര ചെയ്യില്ലായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് മദ്യപാനികളുടെയും മറ്റ് ഇതര ദുർമാർഗികളുടെയും ഒരു വികാര കേന്ദ്രമായിരുന്നു ആ സ്ഥലം. എനിക്ക് തോന്നുന്നു ഒരു 90കളിൽ അല്ലെങ്കിൽ 91-92 കാലഘട്ടത്തിലാണ് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ചെന്ന് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു. വഴിയില്ല, കേവലം ഒരു നടപ്പാത മാത്രം. 10 സെന്റ് സ്ഥലം അന്ന് അദ്ദേഹത്തിന്റെ പൈസയ്ക്ക് ഉണ്ടായിരുന്നത് അത്രയും പൈസ മാത്രം, അത്രയും സ്ഥലം മേടിക്കാനേ പറ്റുള്ളൂ. വഴി കാൽനടയ്ക്കുള്ള ഒരു വഴിയിലുള്ള സ്ഥലം, ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സിറ്റിക്കകത്തുള്ള സ്ഥലമാണ്. മെയിൻ റോഡിൽ നിന്ന് കേവലം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സ്ഥലത്ത് ആരും പോയി സ്ഥലം മേടിക്കില്ല. സന്ധ്യ കഴിഞ്ഞ് ആ ഏറിയ കൂടെ ഒരൊറ്റ മനുഷ്യന് പോവില്ല. ഒരു 10 സെന്റ് സ്ഥലം അദ്ദേഹം മേടിച്ചു. കേവലം നടപ്പാതേ ഉള്ളൂ. മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ നടപ്പാത ലോറി പോകുന്ന ഒരു വഴിയായി മാറി. ഇന്ന് ഓരോരോ പ്ലോട്ടുകൾ 5 സെന്റ് 5 സെന്റ് 5 സെന്റ് വീതം എല്ലാ പ്ലോട്ടുകൾക്കകത്തും വീടുകളായി. നേരത്തെ ഒരു 4-5 ഏക്കർ തരിശുഭൂമിയായി വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? തലയോട്ടികൾ കണ്ടാൽ ആ ദേശത്ത് ആ സ്ഥലത്ത് ആർക്കും പോകാൻ ഭയമായിരിക്കും, ആൾക്കാർക്ക് പേടിയായിരിക്കും. അതുവഴി ആർക്കും സഞ്ചരിക്കാൻ സാധ്യമല്ല. ബലങ്കംവിള എന്ന ഒറ്റ പേരിലാണ് ആ ദേശം അറിയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ചെന്ന് വസ്തു പ്രമാണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രമാണത്തിൽ വെച്ചു ദാസ് നഗർ എന്ന് പ്രമാണത്തിൽ വെച്ചു. ദാസ് നഗർ എന്ന് പ്രമാണത്തിൽ വെച്ചു. നിങ്ങൾ ഇന്ന് പോയി അന്വേഷിച്ചു നോക്ക്, ആ ഏറി അറിയപ്പെടുന്നത് ദാസ് നഗർ എന്നാണ്. ദാസ് നഗർ എന്നാണ് ഇന്ന് ആ ഏറി അറിയപ്പെടുന്നത്. അവിടെ ഇന്ന് ധാരാളം വീടുകളായി. പക്ഷെ ആ അഡ്രസ് എങ്ങനെ ഉണ്ടായെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ആ അഡ്രസ് ഉണ്ടാകാൻ കാരണം ഒരാള് ആ കണ്ണുനീരിന്റെ താഴ്വരയിൽ ചെന്ന് കാല് വെച്ചു. ആർക്കും വേണ്ട, ആരും പോകില്ല. ഒരുപക്ഷെ പലരും വിലക്കിയിട്ടുണ്ടാകാം. പക്ഷെ ഒരാൾ അതിനുവേണ്ടി ശ്രമം നടത്തി. ഇന്ന് അവിടെ എന്റെ ചിന്തയിൽ 10 ലക്ഷത്തിന് മേളിലാണ് ഒരു സെന്റിന് വില. 10 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ഒരു സെന്റിന് വസ്തുവിന്റെ വില എന്ന് പറയുന്നു. ആ നിലയ്ക്ക് ആ സ്ഥലം മാറുവാനിടയായി. ഈ രാവിലെ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കണ്ണുനീരിന്റെ താഴ്വരയ്ക്ക് നമ്മെ അതിനകത്ത് ഒതുക്കി വയ്ക്കാൻ സാധിക്കും. അതിലൂടെ മറുകര എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ നിയോഗം നമ്മുടെ അകത്ത് പാകിയിട്ടുണ്ട്. ഒരു ദൈവത്തിന് അതിനകത്ത് ദൈവം പാകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച് ദൈവ പൈതൽ അവയെല്ലാം മറികടക്കും. അവയെല്ലാം ചിതറിക്കിടക്കുന്ന അസ്ഥികൂട്ടം വാരിക്കൂട്ടിയിട്ടെങ്കിൽ കുഴപ്പമില്ല. ചിതറിക്കിടക്കുന്ന അസ്ഥികൂട്ടം. ഇനി അവയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന എഴുത്തിങ്ങനെയാണ്.
അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. എന്റെ കാഴ്ചയിൽ മരണപ്പെട്ട ശരീരത്തിലുണ്ടായിരുന്ന ആ മാംസം കുറേയേറെ ഹിംസജന്തുക്കൾ, മൃഗങ്ങൾ വന്ന് മാന്തി മാന്തി തിന്ന് ആ മാംസപേശികൾ മുഴുവൻ തീർന്നിരിക്കുന്നു. മാറി നിൽക്കുന്ന കഴുക്കൾ ഈ മൃഗങ്ങളൊന്ന് പോയി കിട്ടിയെങ്കിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് കൊത്തിപ്പറിച്ചെടുക്കാമെന്ന് മാറി നിന്ന് ചിന്തിക്കുന്നു. മൃഗങ്ങൾക്ക് വേണ്ടുവോളം അവർ തിന്നു. ശേഷിപ്പിച്ചതിനെ കഴുക്കൾ വന്ന് കൊത്തിപ്പറിച്ചു. 2 ദിവസങ്ങൾ കഴിയുമ്പോ അവയ്ക്കകത്ത് നിന്ന് തന്നെ പുഴുക്കൾ ഉരുവാകും. പുഴുക്കളും വേണ്ടുന്നത് ആവോളം കഴിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്ത് മാംസം എന്ന് പറയാൻ ശേഷിക്കുന്ന ഒന്നുമില്ല. പക്ഷെ അപ്പോഴാണ് അതിൽ ശേഷിക്കുന്ന ഒരു അല്പസ്വല്പം കഴിക്കാൻ ഉറുമ്പുകൾക്ക് അവസരം കിട്ടിയത്. അവയും വിട്ടില്ല. ഒരു തരി പോലും അതിനകത്ത് ജീവൻ കയറാത്ത വിധത്തിൽ, ജീവൻ പ്രാപിക്കാത്ത വിധത്തിൽ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഉറുമ്പും കാർന്നു നിന്ന് കഴിഞ്ഞു. അതുകൊണ്ട് കണ്ട പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. എന്താ കാര്യം? തുറസായമായ ഒരു സ്ഥലത്ത് അവ കിടക്കുകയാണ്. വെയിൽ മഴയേറ്റ് അവ ആവശ്യത്തിലധികം ഉണങ്ങിയിരിക്കുന്നു. പ്രവാചകന്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെന്നിട്ടുള്ള ചോദ്യം ഇതാണ്: ഈ അസ്ഥികൾക്ക് രൂപഭേദം വരുമോ? ഇത് ജീവിക്കുമോ? ഇത് മനുഷ്യനാകുമോ? ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? പ്രവാചകന്റെ മറുപടി: എനിക്കറിയില്ല. പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. എല്ലാത്തിനും മറുപടി പറയാൻ നിൽക്കരുത്. എല്ലാരോടും മറുപടി പറയാൻ നിൽക്കരുത്. ദൈവം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അത് ദൈവം ചെയ്യാനാണ് വിട്ടുകൊടുക്കുക. പലപ്പോഴും ദൈവം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ നഷ്ടമായി പോകും. പ്രവാചകൻ ഉള്ളു തുറന്ന് പറഞ്ഞു, പൊന്നപ്പ എനിക്കറിയില്ല, ഞാൻ ഇതുപോലൊന്നും കണ്ടിട്ടില്ല, ഇതുപോലൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. ഇത് വല്ലാത്ത കഷ്ടമായ ഒരു ജീവിതമാണ്. ഇതിൽ എനിക്ക് മറുപടി തരാനില്ല, എനിക്ക് പരിഹാരം കണ്ടെത്താനില്ല. ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഇത് അങ്ങക്കേ സാധ്യമാകുകയുള്ളൂ. പലരും ഞാൻ വിളിച്ചു പറയട്ടെ, എനിക്ക് കഴിയില്ല, അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിക്കുമെന്ന് മുമ്പ് നിൽക്കുന്ന ദൈവം ചിലത് നമുക്ക് വിളിച്ചു. എന്നെ കൊണ്ടാകില്ല, എന്നെ കൊണ്ട് ഒക്കില്ല കർത്താവേ, ഞാൻ അപ്രാപ്തനാണ്, ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, എന്നെ കൊണ്ട് സാധ്യമല്ല. ഇത് അങ്ങേക്ക് ചെയ്ത് തീർക്കുവാൻ കഴിയുള്ളൂ. ഇതിനകത്തേക്ക് ഒരു പച്ചപ്പുണ്ടാക്കുക, ഇതിനകത്തേക്ക് ഒരു ജീവൻ പകരുക, ഇതിനകത്തേക്ക് ഒരു പുതിയ നായ്പ് തരുക, ഇതിനകത്തൊരു വിടുതൽ വെളിപ്പെടുത്തുക, ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കി തരുക, ഇതിനകത്തൊരു വിശാലത വരുത്തി തരുക, ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കുക. അങ്ങേക്കല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല. അത് അങ്ങേക്ക് വേണ്ടി ചെയ്തു തരണമേ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ്. നമ്മുടെ പ്രാർത്ഥന അല്ലാതെ ദൈവം ചോദിച്ചല്ല ഞാൻ കുറെ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് ഇറങ്ങി ചാടാൻ പറ്റില്ല. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്, ഞാനിപ്പോ കാണിച്ചു തരാമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പൊന്നപ്പ അങ്ങ് അറിയുന്നു, അതല്ല അത് എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ ദൈവം പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്യണം. എന്താ ദൈവം പറഞ്ഞെന്നറിയാമോ? നീ അസ്ഥിയോട് എന്ത് ചെയ്യണം? പ്രവചിക്കണം. നീ അസ്ഥിയോട് പ്രവചിക്കണം. നീ അസ്ഥിയോട് പ്രവചിക്കണം. ഓക്കെ. അപ്പൊ ദൈവം പറഞ്ഞതല്ലേ? അവർ ഞാൻ പ്രവചിച്ചോളാം, ഞാൻ പ്രവചിച്ചോളാം, ഞാൻ പ്രവചിച്ചോളാം. എന്താ പ്രവചിക്കേണ്ടത്? 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം. നീ അസ്ഥികളെ കുറിച്ച് പ്രവചിക്കേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങൾ ശ്വാസം വരുത്ത്, ഞാൻ നിങ്ങളുടെ മേൽ നനക്ക് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ ശ്വാസം വരുത്തും. അപ്പൊ 4 ദൂത് അവിടെ കിടപ്പുണ്ട്. ആ 4 ദൂത് പറഞ്ഞു. എന്താണ്? ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും, നിങ്ങൾക്ക് മാംസം വച്ച് പിടിപ്പിക്കും, ഞരമ്പ് കൊണ്ട് പൊതിയും, ത്വക്ക് കൊണ്ട് നിങ്ങളെ പൊതിയും, നിങ്ങൾക്ക് ജീവൻ തരാം. ചിന്തിച്ചു നോക്കിയേ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇനി പിടിച്ച് കരകയറാൻ ഒരു മാർഗമില്ല. എവിടെ തിരിഞ്ഞാലും ആരും നിന്ന് കേട്ടാൽ നെഗറ്റീവ് നടക്കില്ല, ഒക്കില്ല, പറ്റില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല, എന്തിന് നിങ്ങൾ വേണ്ടി ഇറക്കും പുറപ്പെട്ടു, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു.
തോറ്റ് പിന്മാറാൻ വേണ്ടി, തോൽപ്പിച്ച് കളയാൻ, നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന ശബ്ദം. അപ്പൊ ഒരു ബന്ധമില്ല, ആരുമായിട്ടൊരു കൂട്ടുമില്ല, ഏകത്വത്തിൽ കിടക്കുകയാണ്. അസ്ഥിയോട് യാതൊരു ബന്ധമില്ല കിടക്കുകയാണ്, വിഘടിച്ച് കിടക്കുകയാണ്, അവിടെ ചെതറപ്പെടുന്നതായി കിടക്കുകയാണ്. ആർക്കും പരാതി പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കാരണം എല്ലാവരും ഒരേ അവസ്ഥയില്ല. ആർക്കും അവരുടെ വേദന പങ്കുവെക്കാൻ കൂടായി ചാരി നിൽക്കാനില്ല, എല്ലാവരുടെയും അവസ്ഥ സെയിം തന്നെയാണ്. അപ്പോഴാണ് ഒരു ദൂത് വരികയാണ്, ഞാൻ നിന്നെ ജീവിപ്പിക്കാം, ഞാൻ നിന്നെ ജീവിപ്പിക്കാം. ഇന്ന് പകൽക്കാലം പ്രിയ മക്കളെ, മനുഷ്യൻ അടുത്ത് നിൽക്കുന്നവര്, ബന്ധം വിട്ട് നിൽക്കുന്നവര്, നമ്മളടുത്തൊക്കെ പറഞ്ഞ ഒരു പരിധിയുണ്ട്. നമ്മൾ നോക്കിയിട്ട് പറയും, ഇതാ നിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്, എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. കുരിശിൽ കിടന്ന കള്ളം പറഞ്ഞു, നീയും ഇങ്ങനെ കിടക്കുന്നത്, ഞാനും ഇങ്ങനെ കിടക്കുന്നു. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് ഞങ്ങളെ രക്ഷപ്പെടുത്തി നീ കൂടെ രക്ഷപ്പെടുക, അല്ലാതെ വേറെ മാർഗമുണ്ട്. അപ്പൊ അടുത്ത് കിടക്കുന്ന, അടുത്ത് നിൽക്കുന്നവരൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും, ഇവിടെ നിനക്കിതൊക്കെ പറയാൻ എങ്ങനെ ഒത്തു, നിന്റെ അവസ്ഥ ഇത്, എന്റെ അവസ്ഥ ഇത്, നിനക്കൊക്കില്ല എനിക്കൊക്കില്ല, നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല, എന്നെ സഹായിക്കാൻ നിനക്കും പറ്റില്ല. പക്ഷെ നമ്മെ രണ്ടുപേരെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ആ ആളുടെ കയ്യിലാണ് ദൂത്. ആ ആളാണ് ദൂത് തരുന്നത്. ആ ആളാ പറയുന്നത്, ഞാൻ നിനക്ക് ജീവൻ തരാം, ഞാൻ നിനക്ക് ജീവൻ തരാം. ജീവൻ തരണതിന് മുമ്പ് നിനക്ക് 2-3 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഈ അസ്ഥി മേൽ എന്തോ ഉണ്ടാകണം, മാംസം ഉണ്ടാകണം, മാംസം ഉണ്ടാകണം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അസ്ഥികൾ തമ്മിൽ യോജിച്ചാലേ മാംസം വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ അസ്ഥിയിൽ മാംസം വെച്ചിട്ട് അടുത്ത അസ്ഥി കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ മാംസം പിടിപ്പിക്കാൻ പറ്റില്ല. ഈ അസ്ഥികൾ യോജിച്ചു കഴിഞ്ഞാൽ മാംസം വയ്ക്കാൻ എളുപ്പമാണ്. അസ്ഥികൾ യോജിച്ചാൽ മാംസം പിടിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി ഒരസ്ഥിയിൽ മാംസവും വെച്ച് ഞരമ്പും വെച്ചിട്ട് അടുത്ത അസ്ഥിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മാംസം വെച്ച് ഞരമ്പും വെച്ചാൽ ഈ ഞരമ്പും ഈ മാംസവും തമ്മിൽ യോജിക്കില്ല. വലിയ പ്രയാസം. ശരീരത്തില് ആർട്ടറിയോ അല്ലെങ്കിൽ ഞരമ്പോ ഒക്കെ കട്ടായി പോയാൽ അത് തുന്നിപ്പിടിപ്പിക്കണമെങ്കിൽ എന്തോ ഒരു പ്രയാസം അറിയാമോ? എത്രയോ ശസ്ത്രക്രിയകൾ പിന്നെ ചെയ്യണമെന്ന് അറിയാമോ? ഇനി ചെയ്താലൊട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. രക്തോട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു വിരൽ ഇങ്ങനെ ഇരിക്കും, ഒരു വിരൽ ഇങ്ങനെ ഇരിക്കും, ഒരു വിരൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. ഡോക്ടർ ചെയ്തോന്നൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. ജീവൻ ഉണ്ടോന്നിട്ട് നമ്മൾ തട്ടി നോക്കി ജീവനുണ്ട്, കുത്തി നോക്കിയാൽ രക്തമൊക്കെ വരും. പക്ഷെ പഴയതുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. പഴയതുപോലെ ആകാൻ അല്ലെങ്കിൽ പഴയത് ഇങ്ങനെ ഇരിക്കാൻ എന്താ കാരണം അറിയാമോ? അസ്ഥി ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്തോ ചെയ്തത്, മാംസം വെച്ച് പിടിപ്പിച്ചത്. അപ്പോ മാംസം വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് അസ്ഥി എന്ത് ചെയ്യണം? അസ്ഥി എന്ത് ചെയ്യണം? ഹലോ പറഞ്ഞോ, അസ്ഥി യോജിക്കണം. മാംസം വെക്കണമെങ്കിൽ, ഞരമ്പ് വെക്കണമെങ്കിൽ, ത്വക്ക് പൊതിയണമെങ്കിൽ, ശ്വാസം അകത്ത് കയറണമെങ്കിൽ അസ്ഥികൾ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു യോജിപ്പിലെത്തണം. ഒരു യോജിപ്പിലെത്തണം. വീട്ടിനകത്തായാലും അസ്ഥികൾ തമ്മിൽ ഒരു യോജിപ്പിലെത്തണം. സഭയ്ക്കകത്തായാലും അസ്ഥികൾ തമ്മിൽ ഒരു യോജിപ്പിലെത്തണം. കുടുംബത്തിനകത്തായാലും നമ്മുടെ നാട്ടിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും ഒരു വലിയ മൺമഴ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടണമെങ്കിൽ, നിഗതന്മാരെന്ന് സമൂഹം വിളിച്ചു പറഞ്ഞത് സൈന്യമെന്ന് സമൂഹം പറയണമെങ്കിൽ അസ്ഥി ഒന്ന് ചേർന്ന് വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അസ്ഥി ചേർന്നപ്പോ ദൈവം പറഞ്ഞു, ഞാൻ മാംസം വെച്ച് തരാം. മാംസം വെച്ച് കഴിഞ്ഞു. മാംസം വെച്ചത് കൊണ്ട് കാര്യമില്ല, അതിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകണമെങ്കിൽ ഞരമ്പ് വേണം. ഞരമ്പും വെച്ചു. ഇത് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ നമ്മള് എന്തുവാ പിന്നെ ഇറച്ചി വാങ്ങിക്കാൻ പോണ കടയിൽ ഉരിച്ചു നിർത്തിയിരിക്കുന്ന മാട്ടിറച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരം അങ്ങനെ ഇരിക്കും. എന്തോ ഭംഗിയല്ലേ നമ്മുടെ ശരീരം ഇപ്പൊ കാണാൻ. എന്താ കാര്യം എന്ന് അറിയാമോ? ഈ തൊലി ഉള്ളതുകൊണ്ടാണ്. തൊലി ഇല്ലാതെ മനുഷ്യ ശരീരത്തേക്ക് ഒന്ന് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരാളെ കണ്ടതാണ്. അയ്യോ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള തൊലി പോയി, ഇവിടെ നിന്ന് ഇതുവരെയുള്ള തൊലി ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്. ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല,
നോക്കൂല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തൊലിയില്ലാതെ നമ്മളെയൊക്കെ കാണാൻ ഒരൊറ്റ മനുഷ്യൻ നോക്കൂല. ഈ തൊലി ഉള്ളതിനെ ഓർത്ത് സ്വന്തം. പിന്നെ ഇച്ചിരി കറുത്തിട്ടോ വെളുത്തിട്ടോ മങ്ങിയിട്ടോ മയങ്ങിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയെങ്കിലുമൊക്കെ പൊന്ന് കർത്താവെ അങ്ങ് തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റ്. ഇതില്ലാതിരുന്നെങ്കിലുള്ള അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ യോജിക്കുമെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യും. നമ്മൾ യോജിക്കുമെങ്കിൽ ദൈവം ഇതെല്ലാം ചെയ്യും. നമ്മുടെ നഗ്നത മറയ്ക്കും, ഇല്ലായ്മയെ ദൈവം നമുക്ക് പരിഹരിക്കും. ജീവിതത്തിൽ ഇപ്പം ഇല്ലെന്ന് പറയുന്നത് ജീവനാണ്. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പകരും? എൻ്റെ ശ്വാസത്തെ ഞാൻ നിങ്ങളിൽ പകരും. എൻ്റെ ശ്വാസത്തെ നിങ്ങളിൽ. പ്രവാചകൻ പ്രവചിച്ച ഉടനെ തന്നെ നമ്മൾ അതിനകത്ത് വായിക്കുന്നത് കാറ്റ് വന്നു. പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര വിശദീകരണമുണ്ട്, ഞാൻ പോകുന്നില്ല. അതിലേക്ക് 4 കാറ്റ് വന്നു പറയുന്നു. അപ്പോ യോജിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രവചനം വന്നു, 4 കാറ്റ് വന്നു. 4 കാറ്റ് എന്നതുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്ന ചുറ്റുവട്ടം മുഴുവൻ 4 ഭാഗത്തു നിന്നും 4 ദിക്കിൽ നിന്നും കാറ്റുകൾ ചേർന്നടിക്കുവാനിടെ ചേർന്നടിച്ചപ്പോ നിഗളന്മാര് ശാപം എന്ന് പറഞ്ഞത് ഇപ്പൊ എന്തായി തീർന്നു? ഒരു സൈന്യമായി മാറുക. ഒരു സൈന്യമായി മാറുക. അസ്ഥികൾ കിടക്കുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് പോയി വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇന്നടുത്ത് ഒരാള് തൂങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതുവഴി പോകുമോ? രാത്രി നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്, തൂങ്ങി നിൽക്കുകയാണ്, പോവോ? മോശം പോവോ അതുവഴി? പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ഡെലിവറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തരാമെന്ന് പറയില്ലേ? പോവോ? ഒരു അസ്ഥി കിടക്കണമെന്ന് പറഞ്ഞാൽ അതവിടെ കിടക്കും. അസ്ഥി നമ്മളൊന്നും ചെയ്യൂല. വല്ലതും ചെയ്യുമോ? ചെയ്യൂല. ഇനി ഈ മാംസമിട്ടമായി കിടക്കുന്ന ജീവനില്ലാത്ത ശവശരീരം നമ്മൾ വല്ലതും ചെയ്യുമോ? ചെയ്യൂല. പിന്നെ എന്താ നമുക്കത് പോവാൻ പേടി? എന്തോ നമുക്കൊരു ഭയമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രവചിക്കാൻ വന്നവൻ ആദ്യം നിൽക്കുന്നത് അസ്ഥി നിറഞ്ഞ താഴ്വരയില്ല. ഇപ്പൊ നിൽക്കുന്നത് ശവം നിറഞ്ഞ താഴ്വരയിൽ. ചിന്തിച്ചു നോക്കിയേ. ഒരു സൈന്യം എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം നിങ്ങൾ നോക്കണം, എത്ര എണ്ണമാണ്. പോലെ സഹോദരങ്ങളെ, ഈ കൃപയിലൊക്കെ നിൽക്കണമെങ്കിൽ ഇച്ചിരി എന്തുവാ കരുത്തും അതിനുള്ള തണ്ടും അതിനുള്ള ഒരു എന്തുവാ ബലവും അതിനുള്ള ഒരു ശക്തിയും ഒക്കെ വേണം ഈ ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ. കാരണം മുമ്പിൽ നമ്മൾ അഭിമുഖീകരിക്കപ്പെടേണ്ടത് എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഒരു അല്പ നേരത്തേക്ക് മുൻപ് നമ്മൾ അഭിമുഖീകരിച്ചത് എന്തായിരുന്നു? കേവലം എല്ലും കഷ്ണമായിരുന്നു. പക്ഷെ ഒരു അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരു ശവപ്പറമ്പിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 2 മിനിറ്റ് മുമ്പ് വരെ ഭയങ്കര സന്തോഷം, ഭയങ്കര കയ്യടി, ആഹ്ലാദം, ആവേശം, അയ്യോ എന്തൊക്കെയായിരുന്നു. ഒരുപക്ഷെ ഭർത്താവ് ഭാര്യയ്ക്ക് ചോറ് വാരിക്കൊടുത്തു, ഭാര്യ ഭർത്താവിന് ചോറ് വാരിക്കൊടുത്തു, എന്തോ ഒരു സന്തോഷമായിരുന്നു 2 മിനിറ്റ് മുമ്പ് വരെ. അപ്പോഴാണ് വാരി കൊടുത്തപ്പോ വായിലെത്തേണ്ടത് കണ്ണിന്റെ സൈഡിലെവിടെയാണ്. ഈ വാരി കൊടുത്ത അതേ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പാട്ടി തുടയിലിട്ട്. 1 മിനിറ്റ് മുമ്പ് വരെ, 2 മിനിറ്റ് മുമ്പ് വരെ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ആനന്ദം. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തു? സംഭവം മാറി. ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കണം. എല്ലാം നമ്മൾ മറികടക്കണം. കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഇത് അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതല്ലാതെ ആർക്കും പറ്റില്ല. എല്ലാവർക്കും പറ്റും. ഇതാ എന്നോട് കിടക്കുന്നു, ഞാൻ എന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇതിനെ മറികടക്കാൻ കഴിയുന്നത് ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതലിന് മാത്രമേ ഉള്ളൂ. അത് വിദ്യാഭ്യാസത്തിലായാലും ജോലി സ്ഥാപനത്തിലായാലും ആരാധനയിലായാലും ആത്മീയതയിലായാലും വീട്ടിനകത്തായാലും കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളും കുടുംബവുമായാലും ഏത് ബന്ധങ്ങളിലായാലും ഇവയെല്ലാം തരണം ചെയ്യണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും അകത്ത് പ്രാപിച്ച ദൈവകൃപയാൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ ഇപ്പോ ആ ശവശരീരം കണ്ടിട്ട് പുറകോട്ടവൻ ഓടിയില്ല. ദൈവത്തോട് ചോദിക്കണം, ഇനി ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ, ഇനി എന്താ ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ ഞാൻ ഒരു ശവശരീരത്തിന്റെ ഒപ്പിലായിരുന്നു, കുറേ ശവങ്ങളെ തിങ്ങി കിടക്കുന്നതിനും പതിക്കുന്നത്. അപ്പോഴാ ദൈവം പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്ക്. നീ എന്ത്? കാറ്റിനോട് പ്രവചിക്ക്. ഓ, ഒരവസ്ഥ, ദുരവസ്ഥ അല്ലേ? അവസ്ഥ എന്ന് പറഞ്ഞാൽ പോരാ, ദുരവസ്ഥ.
ജീവനില്ലാത്ത ഒന്നിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യും? വന്ന് അടിക്കും, വന്ന് ഊതും. വേറൊരു പറയുന്നത് കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതും, കാറ്റടിക്കും, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക്. ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് വാ. വരുമോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീ കത്തിയാണ്, അതുവരെ കാറ്റ് കാണില്ല, അപ്പോഴായിരിക്കും വലിയ കാറ്റ് വരുന്നത്. തീ പിടിച്ച ഉടനെ തീരും. കാരണം ഈ കാറ്റാളി എന്ന് കത്തി. നമ്മൾ ചിലപ്പോൾ പറയാറില്ല, അയ്യോ ഒരല്പം കാറ്റ് പോലും ഇല്ല. ഇവിടെ പ്രവാചകനോട് പറയുകയാണ്, നീ കാറ്റിനോട് പ്രവചിക്കുക. അപ്പൊ പ്രവചനം പറഞ്ഞു, ശരി ഞാൻ പ്രവചിക്കാം. ഒരു സഹോദരങ്ങളെ, ഇവിടെ ഒരു വിടുതൽ വെളിപ്പെട്ടത് എങ്ങനെയെന്ന് അറിയാമോ? പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട്. ദൈവം പറഞ്ഞതല്ല, ഒരു ഭ്രാന്തനെ പോലെ, ഒരു മടയനെ പോലെ, ഒരു വിവരമില്ലാത്തവനെ പോലെ, ബുദ്ധിഹീനനെ പോലെ പ്രവാചകൻ അങ്ങ് അംഗീകരിക്കാൻ തയ്യാറാണ്. എന്താ കാര്യം? ഇത് പറയുന്നതെല്ലാം ദൈവമാണ്. ദൈവം പറഞ്ഞാൽ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ബുദ്ധി വെച്ച്, നമ്മുടെ ചിന്ത വെച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത് നമ്മൾ പോയാൽ ഒന്നും നടക്കില്ല. വല്ലതൊക്കെ പ്രാപിച്ചവരുണ്ടെങ്കിൽ, വല്ലതൊക്കെ ഏറ്റെടുത്തവർ, വല്ലതൊക്കെ നേടിയെടുത്തവർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് വേറെ ആരുമല്ല, പൊട്ടനെ പോലെ, ഊമനെ പോലെ. ദൈവമേ അങ്ങാണല്ലോ പറഞ്ഞത്, ഞാൻ കേൾക്കാത്തവരാണ്. കാറ്റിനോടെങ്കിൽ കാറ്റിനോട്, കടലിനോടെങ്കിൽ കടലിനോട്, വനത്തോടെങ്കിൽ വനത്തോട്, മരത്തോടെങ്കിൽ മരത്തോട്, സമതലത്തോടെങ്കിൽ സമതലത്തോട്. ആരോട് വേണമെങ്കിലും ഞാൻ അങ്ങയുടെ വചനം പ്രസംഗിക്കുക, ഞാൻ അങ്ങയുടെ ദൂത് സംസാരിക്കുക, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് കാറ്റിനോട് പ്രവചിച്ചു. 4 ഭാഗത്തു നിന്ന് കാറ്റ് ആ ദേശത്തേക്ക് കയറി വന്നു. ശവശരീരങ്ങൾ ഓരോന്ന് ചലിക്കാൻ തുടങ്ങി. മക്കളെ, പാട്ടുകാരൻ പറയുന്നത്, ഇത് നശിച്ചു തീർന്നില്ല, ഇനി ഇതിനകത്തൊന്നും ഒന്നുമില്ല എന്നുള്ളതൊക്കെ തോന്നല. പക്ഷെ ചലിക്കുന്ന എല്ലാ പ്രാണികളെയും ദൈവം ചലനമുണ്ടാക്കി ജീവിപ്പിക്കുന്നവനാണ്. ചലിക്കുന്നതിന് ചലനമുണ്ടാക്കി ജീവിപ്പാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൽ ക്ഷീണം വന്നവർ, ഉറക്കം വന്നവർ, മയക്കം വന്നവർ, തകർന്നവർ, ഇല്ലാതായി പോയവർ, ഒടുങ്ങിപ്പോയവർ എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നില്ല, അവ എല്ലാറ്റിനും ഞാൻ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. എല്ലാ ബൈബിളും അടച്ചു വയ്ക്കാം, എല്ലാ ഹൃദയങ്ങളെയും ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരുമിച്ചൊന്ന് സമർപ്പിക്കാം. വചനത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, നിഗതന്മാർ, തകർന്നവർ, തീർന്നുപോയവർ. സമൂഹത്തിന് പറയാൻ കഴിയും, അവരാരാ? എന്താ? കേവലം അസ്ഥികഷ്ടങ്ങൾ മാത്രമാണ്. അവരാരാ? എന്താ? വെറും ശവശരീരങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ ഇതാ കണ്ണു തുറന്ന ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇത് ദൈവത്തിന്റെ സേന, ഇത് ദൈവത്തിന്റെ സൈന്യം. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഒരു സേന എഴുന്നേൽക്കട്ടെ, നമ്മുടെ ആലയങ്ങൾക്കകത്ത് ഒരു സേന എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് വേണ്ടി പോരാടുവാൻ, ദൈവത്തിന് വേണ്ടി പൊരുതുവാൻ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചുമടെടുക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഒരു വലിയ സമൂഹം ഈ ദിവസങ്ങൾ എഴുന്നേൽക്കേണ്ടതിന് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് 40 നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും അവിടുത്തെ അടുക്കലേക്ക് ഒരുമിച്ച് നടത്തി എന്നാണ് വചനത്തിൽ വായിച്ചതുപോലെ, ചിതറിക്കിടപ്പാൻ ഉള്ളവരല്ല ഞാൻ നിങ്ങൾ ഒത്തുചേരാനുള്ളതാണ്, ചേർന്നിരിപ്പാനുള്ളവരാണ്. കരത്തോട് കരം കൊടുക്കുക, തോളോട് തോൾ ചേർന്ന് നിൽക്കുക, നെഞ്ചോട് നെഞ്ച് ചേർന്ന് നിൽക്കുക, ഹൃദയങ്ങൾ പകരപ്പെടുവാനുള്ളവരാണ്. ദൈവത്തിന്റെ പദ്ധതിയും ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും ആരാഞ്ഞ് തിരിച്ചറിഞ്ഞ് അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടി ചുമം കൊടുക്കേണ്ടവരാണ് ഞാൻ നിങ്ങളുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് എല്ലാ ദൈവമക്കളും 40 നിമിഷം തങ്ങളെ ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അടുക്കലേക്ക് അടുത്തിയെന്നാണ്. ആരെ പ്രവചിച്ചോട്ടെ, ആരെ പ്രസ്താവിച്ചോട്ടെ, ആരെ ദൂത് കൈമാറിക്കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയത്താവ്, ഞാനത് ശിരസ വഹിക്കുന്നു, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു, ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് തിരിച്ചറിയുന്നു. എന്റെ കെടുകാര്യസ്ഥ ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ഉണങ്ങിപ്പോയ അവസ്ഥ ഞാൻ തിരിച്ചറിയുന്നു, വറ്റി വരണ്ടുപോയ അവസ്ഥ ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നിലേക്ക് അവിടുത്തെ മന്ദമാർഗമായ കാറ്റ് നയിക്കണമേ. എനിക്കൊന്ന് എണീക്കണമെന്നുണ്ട്, എനിക്കൊന്ന് ശക്തി പുതുക്കണമെന്നുണ്ട്, അഭിഷേകത്തെ നിറയണമെന്നുണ്ട്, ആത്മശക്തിയിൽ പകരപ്പെടണമെന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിന് എന്നെ ഒന്ന് ഉറപ്പിക്കണം, ഉദ്യമിപ്പിക്കണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. ആര് പ്രാർത്ഥിക്കും? ആ ദൈവത്തിന്റെ മുമ്പാകെ തങ്ങള് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. അതിനെ പറയുന്നു, നിന്റെ കിടരോഗിയാക്കി മാറ്റുവാനല്ല, നിന്റെ അവിടെ തന്നെ ഇരുത്തുവാനല്ല, ആ
കണ്ണീരിന്റെ താഴ്വരകൾ മാറട്ടെ, വേദനകളുടെ താഴ്വരകൾ മാറട്ടെ, ഭാരങ്ങൾ നിരാശകളുടെ താഴ്വര, ഭയത്തിന്റെ താഴ്വരകൾ മാറട്ടെ. ചിലത് പ്രാപിപ്പാൻ, ചിലത് ഏറ്റെടുക്കുവാൻ കഴിയുന്ന വിധത്ത് സ്തുതിയുടെ താഴ്വരകൾ ഈ ദിവസങ്ങളിൽ ജനത്തിന്റെ മുൻപാകെ ഉയർന്നു വരുവാൻ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഇസ്രായേലിനോട് പരിശുദ്ധന് പറയാനുള്ളത്, ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരികയാണ്. ആ ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല, ഞങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല, ഞങ്ങളിത് പ്രാപിക്കുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചില്ല. പക്ഷേ ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുമ്പോൾ യെഹെസ്കേലിന് പറയാൻ കഴിയാൻ, പറഞ്ഞത് ദൈവമാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആ ദൈവം മതിയായവനാണ്. ആദ്യം ചെയ്തവൻ ദൈവമാണെങ്കിൽ അത് നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ മതിയായവനാണ്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ അവിടുന്ന് മതിയായവനെന്ന് ഇന്ന് പകൽക്കാലത്തിൽ മറന്നു വരുന്നത്. ആ ദൈവം എന്നോട് നിന്നോട് ഇന്ന് പകൽക്കാലം തിരിച്ചു പറയുമ്പോൾ അവസ്ഥകളുടെ ദൈവം മാറ്റമെടുത്ത് വ്യവസ്ഥാപനമായി ദൈവത്തിന്റെ ഇടങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നിന്നെ സമർപ്പിച്ചു വരുത്ത ദൈവം അവസ്ഥകളെ മാറ്റി തരുന്നവർ. നമ്മുടെ കൈക്കരുത്തിനാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. രാഷ്ട്രീയ സ്വാധീനങ്ങളാൽ നമുക്കിതിനെ ജീവിപ്പിക്കാൻ പറ്റില്ല. ഒരു പ്രസംഗം നടത്തിയത് കൊണ്ടോ ഒരു പ്രാർത്ഥന അർപ്പിച്ചത് കൊണ്ടോ നമുക്കതിനെ ജീവിപ്പിക്കുവാൻ പറ്റില്ല. ജീവിപ്പിക്കണമെങ്കിൽ ജീവന്റെ ദാതാവായ ദൈവം തമ്പുരാൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരണം. ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ട് ഹൃദയമായി പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ദൈവമേ അവിടത്തേക്ക് ശക്തിയുണ്ട്. ആ ശക്തി ഇറങ്ങി വന്നാൽ, അവിടുത്തെ മേലൊരു കൃപയുണ്ട്. ആ കൃപ ഇറങ്ങി വന്നാൽ എല്ലാ ചാവാറായ ശേഷിപ്പുകളും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്ത്, നമ്മുടെ ചുറ്റും, നമ്മുടെ ഭവനങ്ങൾക്കകത്ത്, നമ്മുടെ ആലയങ്ങൾക്കകത്ത് അത് ജീവിച്ചു നിൽക്കുവാനിടയാണ്. ഇതെന്നെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല, ഇത് നമ്മെ കൊണ്ടൊക്കുന്ന കാര്യമല്ല. പക്ഷെ ദൈവത്തിലൂടെ അത് സാധ്യമാണ്. അസ്ഥിയോട് ചേർന്ന് എത്തേണ്ടടുത്ത് നമ്മെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ആത്മാവിന്റെ ശക്തി അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ശുശ്രൂഷകൾ വർധനമുണ്ടാകും, നമ്മുടെ പ്രാർത്ഥനകൾ വർധനമുണ്ടാകും, നമ്മുടെ വിശ്വാസത്തിൽ വർധനമുണ്ടാകും, ആത്മതലത്തിൽ വർധനമുണ്ടാകും. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിലും ദൈവത്തിന് ദൈവപ്രവൃത്തി ദേശത്ത് ചെയ്യുവാൻ കഴിയും. പക്ഷെ ദൈവകൃപ വെളിപ്പെടാതെ ഞാൻ നിങ്ങളും ജഗത്തിലേക്ക് മടങ്ങി വരികയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹൃദയമായി നമ്മുടെ ദൈവത്തിന്റെ മുൻപിലേക്ക് സമർപ്പിച്ചു. ഇത്രയേ ഉള്ളൂ, ഇതുവരെ ഉള്ളൂ, ഇതിനപ്പുറമില്ലേ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കർത്താവേ, അസ്ഥി ചേർന്നു, മാംസം വന്നു, ഞാനിതൊക്കെ കണ്ടു, ഇവിടെ കൊണ്ട് തീർന്നോ? ഇന്ന് പകൽക്കാലം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനിയും വരാൻ പലതുണ്ട്, ഇനിയും സംഭവിപ്പാൻ പലതുണ്ട്, ഇനിയും കാണാൻ പലതുണ്ട്, ഇനിയും നേടാൻ പലതുണ്ട്, ഇനിയും അനുഭവിപ്പാൻ പലതുണ്ട്. അതുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, നീ കാറ്റിനോട് പറ. ഈ രാവിലെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി ഹൃദയങ്ങൾക്കകത്ത് നിന്ന് പുറത്തേക്ക് വാക്കുകളായി, അത് അന്യഭാഷകളായി, അത് ആത്മശക്തിയായി, അത് അഭിഷേകമായി നാവിന്റെ തുമ്പിൽ വെളിപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ചത്തതിനെ ദൈവത്തിന് ജീവിപ്പാൻ കഴിയും. മരിച്ചതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വം ജനം കാണുക, ദേശം കാണുക, ജാതികൾ കാണുക, നമ്മിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, ദൈവാലയത്തിലൂടെ ദേശത്തിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറക്കരുത്. ആ ദൈവപ്രവർത്തിക്കാൻ നമുക്ക് നമ്മൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു. പ്രിയപിതാവേ, ഹൃദയമായി ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തുകൊണ്ട് കേൾപ്പിച്ച ദൂത് ദൈവാലയത്തിന് ലക്ഷ്യമായി ഞങ്ങൾ സ്ഥാപിച്ചു. ഹൃദയമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ.
അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ആരെന്ന്, ഞങ്ങൾ എന്തെന്ന്, ഞങ്ങൾ എങ്ങനെയുള്ളവരെന്നും അങ്ങ് ഞങ്ങളെ നന്നായിട്ട് ശോധന ചെയ്യുന്നവരാണ്. എന്നാൽ ഈ അവസ്ഥയ്ക്ക് കഥാതെ ഒരു വലിയ മാറ്റം ഞങ്ങളുടെ പേര് അവിടെ നയിക്കണമേ. ഞങ്ങൾ ആകേണ്ട വണ്ണമാകുവാൻ, ഞങ്ങൾ എത്തിച്ചേരേണ്ട ഇടത്ത് എത്തിച്ചേരുവാൻ, ഞങ്ങളിലൂടെ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഞങ്ങളിലൂടെ തന്നെ വെളിപ്പെടുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ ഉപവാസവും പ്രാർത്ഥനയും ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളും ആരാധനകളും തികച്ചും ദൈവസഭയ്ക്ക് മറക്കാൻ കഴിയാത്ത വലിയ വിടുതലുകളായി വിപ്ലവാത്മകമായ പുരോഗമന പ്രവർത്തികൾ ദൈവാലയങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരുവാൻ അവിടുത്തെ ആത്മാവ് കൃപ ചെയ്യണം. ജനം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുന്നു. സന്ധ്യാമീറ്റിംഗ് ദൈവം ഉപകരണമേ, ശുശ്രൂഷിപ്പാൻ അവിടുത്തെ അഭിഷിക്തദാസനെ അവിടുന്ന് കൊണ്ടുവരുമാറാകണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം, നന്മയാ നിറയ്ക്കണം, കൃപയിൽ കാക്കണം. മുഴുവകത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. വരവിനായി സ്വന്തം ഒരുക്കണമേ. മശിഹായുടെ പുനരാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭേദോന്ന് കേൾക്കണമേ, സ്തുതിയെ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമുക്ക് നൽകുന്ന ജയത്തിനായി നമുക്ക് സ്വാഗതം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. സന്ധ്യാ മീറ്റിംഗ്